നമ്മൾ അറിവ് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലേ, നമ്മളൊരു പിന്നെ അറിവ് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇൽമു വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു 3 പോയിൻ്റാണ് സൂചിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം അങ്ങനെ വായിച്ചത് ഓർക്കുകയാണ്, അല്പാഹാരം. അതായത് ഒരു അറിവ് ശേഖരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്പം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. നേടിയെടുത്ത അറിവ് നിലനിർത്താനും കൂടി. അതെ, ധാരാളം അറിവുകൾ നേടിയെടുക്കാനും അതുപോലെ തന്നെ നേടിയെടുത്ത അറിവുകൾ നിലനിർത്താനുമുള്ള 3 കാര്യങ്ങളല്ലേ. അതെ, അതിലൊന്നാമത്തത് അല്പാഹാരം. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഭഗധ്യാനം. ഭഗെന്ന് പറഞ്ഞാൽ കൊറ്റി. നമ്മളെ ഈ കൊറ്റി വെള്ളത്തിൽ നിൽക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് ഇരയെ പിടിക്കാൻ വേണ്ടി എത്രമാത്രം ഏകാഗ്രമായിട്ട് നിൽക്കുന്ന ആ ഒരു കാഴ്ച നമ്മുടെ മനസ്സിലേക്ക് വരണം. ഒരു കാലിന്മേലാണെങ്കിലും അതെ, അനങ്ങാതെ നിൽക്കുന്ന ഒരു, അപ്പൊ ചെയ്യുന്ന ആ ഒരു ഇതിൽ അറ്റൻഷൻ ആയിട്ടിരിക്കണം, ഏകാഗ്രത ഉണ്ടാവണം. മൂന്നാമത് ഉള്ള ഒരു സംഗതി ശ്വാനശയനം. അതെ, ശ്വാനന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ നായകൾ, ഡോഗ്സ്. അപ്പോൾ അവർ ഉറങ്ങുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അത് ഉണർന്ന് കിടക്കുക എന്നുള്ളത്. കണ്ണൊക്കെ തുറന്നു പിടിച്ച് ഇങ്ങനെ ഒരു മങ്ങിയ രൂപത്തിൽ നമ്മളൊരു അടഞ്ഞു ചോദിച്ചാൽ അടഞ്ഞു, അടഞ്ഞിട്ടില്ല ചോദിച്ചാൽ അടഞ്ഞിട്ടില്ല. തീർച്ചയായും നമ്മളെ ഒരു നായ കിടന്ന് ഉറങ്ങണതിൻ്റെ അരികിലൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്നു പോയാൽ തന്നെ അത് ഒന്ന് കണ്ണു വീഴ്ച നമ്മൾ നോക്കും, പിന്നെ അവിടെ കിടന്നുറങ്ങും. അത്രയും ശ്രദ്ധയോടെ ഉറങ്ങുമ്പോഴും ശ്രദ്ധ. അതെ, അപ്പോൾ സാധാരണ ഇപ്പം നമുക്കൊന്ന് ഒരു ഉറങ്ങി എന്ന് തോന്നണമെങ്കിൽ തന്നെ ഒരു 2-3 മണിക്കൂർ ഒന്ന് കിടന്ന് ഉറങ്ങിയാലേ നമുക്കൊന്ന് ഉറങ്ങി എന്നുള്ളത് തോന്നുള്ളൂ. ഇപ്പം പറഞ്ഞതിനർത്ഥം ഗാഠനിദ്ര. അതെ, ഒരു അറിവുമായി ബന്ധപ്പെട്ട മേഖലകളിലുള്ളവർക്ക് നമുക്ക് ആ ക്ഷീണം മാറ്റാനും അതേപോലെ തന്നെ ഒന്ന് റീഫ്രഷ് ആവാനുള്ള ഒരു അല്പസമയത്തിലുള്ള ഒരു വിശ്രമത്തിനുള്ളൊരു ഇടവേള എന്നുള്ളതാണ്. അതാകട്ടെ ചുറ്റും എന്ത് സംഭവിച്ചാലും ഉണരുന്ന ആ പാകത്തിലുള്ള ഒരു ഉറക്കം. അപ്പം ഈ ഒരു 3 കാര്യമാണ് ഇന്നത്തെ ചിന്തയിലൂടെ പങ്കുവെക്കാനുള്ളത്. മാഷാ അല്ലാഹ്, വളരെ മനോഹരമായ ഉപദേശങ്ങളാണ്. നമ്മൾ അറിവ് നേടുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന 3 കാര്യങ്ങൾ, അറിവ് നേടിയെടുക്കാൻ നമുക്ക് ഉണ്ടാകേണ്ട 3 ക്വാളിറ്റികൾ. അതോടൊപ്പം നേടിയെടുത്ത അറിവുകൾ പലപ്പോഴും പലരും പറയും മറന്നു പോവാണ്, അത് നിലനിൽക്കുന്നില്ല, മനസ്സിൽ നിൽക്കണില്ല, അതിങ്ങനെ പോവാണ് എന്നുള്ള ഒരു സങ്കടം പറയുന്നവർക്കുള്ള 3 ക്വാളിറ്റികളാണ് ഇന്നത്തെ ഈ ഒരു സംസാരത്തിലൂടെ, ഇന്നത്തെ ചിന്തയിലൂടെ നമുക്ക് സമർപ്പിക്കാനുള്ളത്. അതിലൊന്നാമത് പറഞ്ഞത് ശ്വാനശയനം, 2 ഭഗധ്യാനം, 3 അല്പാഹാരം. മാഷാ അല്ലാഹ്, വളരെ മനോഹരമായ ചിന്തയാണ് ഇന്ന് സമർപ്പിച്ചത്. ഈ ശ്വാനശയനം എന്ന് പറയുമ്പോൾ ഈ വളരെ ശ്രദ്ധയോടുകൂടി ഉറങ്ങുക, അങ്ങനെ അന്തം വിട്ട് ഉറങ്ങരുത് എന്നർത്ഥം. പരിസരബോധം മറന്നിട്ടുള്ള ഒരു ഉറക്കം ഉണ്ടാവും. ആ ഉറക്കം ചിലപ്പോൾ അർദ്ധരാത്രിയൊക്കെ ആകുമ്പോൾ ചിലരെ ഗാഠനിദ്രയിൽ പ്രവേശിക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉറക്കം എന്ന് പറയുമ്പോൾ ഖുർആനിൽ പടച്ചോൻ പറഞ്ഞത് മരണസമാനമാണെന്നാണല്ലോ. പക്ഷെ എന്നിരുന്നാലും ഒരു വിളിപ്പുറത്ത് എണീക്കണം എന്നുള്ള ഒരു ശ്രദ്ധയോടുകൂടി ഉള്ള ഉറക്കം, അങ്ങനെയാകുമ്പോൾ അവരുടെ ഒരു ഈ ബ്രെയിൻ പവറിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കാം. 2 ഭഗധ്യാനം, ഈ കൊക്കുകൾ പിടിക്കുന്ന അത്ര ശ്രദ്ധയോടെ അനങ്ങാതെ നിന്ന് പെട്ടെന്നൊരു മീനിനെ കൊത്തിയെടുക്കുന്ന ഒരു നല്ല അറ്റൻഷൻ, ഏകാഗ്രതയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത് എന്തായിരുന്നു? അല്പാഹാരം, കുറച്ച് മാത്രം. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് ഈ അല്പാഹാരവും ശ്വാനശയനവും തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട് എന്നാണ്. കാരണം ഈ അല്പാഹാരം കഴിച്ചവന് ശ്വാനശയനം സാധ്യമാകും, അല്പാഹാരം നഷ്ടപ്പെട്ടവന് അവന് ശ്വാനശയനം കിട്ടൂല, മോന് അതിനനുസരിച്ചുള്ള ഉറക്കത്തിൽ പെട്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ മനോഹരമായ ഒരു ചിന്തയാണ് ഇന്ന് നമുക്ക് പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ളത്. ബാറക്കല്ലാഹു ഫീ.